ഇറാൻ്റെ ഫുട്ബോൾ ടീമിനെതിരെ അമേരിക്കയിൽ പ്രതിഷേധം. 2-3 തരത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് എന്ന തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വന്നു. ഒന്ന്, അമേരിക്കയിലുള്ള ഇസ്രായേലി ജൂതന്മാർ, അവരും ഇറാനെ വിമർശിക്കുന്ന അമേരിക്കയിലുള്ള രാഷ്ട്രീയ നേതാക്കന്മാർ, അവരുടെയും പിന്തുണയോടുകൂടി ഒരേ വടിയിൽ തന്നെ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും പതാക നാട്ടിക്കൊണ്ട് പ്രതിഷേധിക്കുന്നു. മറ്റൊരു ഭാഗത്ത് പഹ്ലവി രാജകുടുംബത്തിലെ ആ വിഭാഗത്തോട് പിന്തുണയുള്ള രാഷ്ട്രീയക്കാർ, അവർ മറ്റൊരു തരത്തിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുന്നു. അവിടെ ദേശീയ ഗാനം പോലും പാടാൻ അനുവദിക്കില്ല എന്നുള്ളതാണ്. ഇറാൻ്റെ കളി എന്ന് പറയുന്നത് നാളെ രാവിലെ 6:30 ഇന്ത്യൻ സമയം കണക്കാക്കുന്ന സമയത്ത്, അമേരിക്കയുടെ സമയം കണക്കാക്കുന്ന സമയത്ത് ഈ രാത്രി 9 മണിക്കാണ്. അത് ഇന്ന് രാത്രി 9 മണിക്കാണ്. 9.5 മണിക്കൂറിൻ്റെ വ്യത്യാസമാണ് ഇന്ത്യൻ സമയവും അമേരിക്കൻ സമയവുമായിട്ട് നിലവിലുള്ളത്. അപ്പോൾ ഫിഫ കളി ലോസ് ഏഞ്ചൽസിൽ വെച്ച്, അമേരിക്ക ലോസ് ഏഞ്ചൽസിൽ വെച്ചിട്ടാണ് നാളത്തെ കളി നടക്കുന്നത്. അപ്പോൾ തന്നെ ഒരു കരാറുണ്ട്. അതായത് ഇറാൻ്റെ കളിക്കാർ അമേരിക്കയിൽ ഈ കളിസ്ഥലത്തിലേക്ക് കളിയോടനുബന്ധിച്ചാണ് എത്തേണ്ടത്. അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ പോവുകയും വേണം. അപ്പോൾ രാജ്യം വിട്ടു പോകണം. പിന്നെ 2-3 രാജ്യത്ത് വെച്ചിട്ടാണല്ലോ കളി നടക്കുന്നത്, അങ്ങോട്ട് പോകണം എന്നുള്ളത്. ആ കരാർ വ്യവസ്ഥ പാലിച്ചുകൊണ്ട് അതിൻ്റെതായ രീതിയിൽ തന്നെയാണ് അവർ വരാറുള്ളതും അവർ പോകാറുള്ളതും. ഇതിന് മുൻപ് പ്രശ്നം 2002 വിഷയത്തിലും അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്തത്. അപ്പോൾ അമേരിക്കയും ഇസ്രായേലിൻ്റെ തീവ്ര ചിന്താഗതിക്കാരായിരിക്കുന്ന ആളുകൾ സംഘടിച്ചു കൊണ്ടാണ് ഈ പ്രവർത്തികൾ ചെയ്തത് എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നു. അപ്പോൾ ഇനി അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ, ഇത്തരമൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇനി എന്താണ് ഫിഫ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് തീരുമാനിക്കുക എന്നുള്ളതും വളരെ പ്രസക്തമാണ്. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഹീറോ ആയിട്ട് ഫിഫ കപ്പിൽ ഇറാനാണ് ലോക ഹീറോ എന്ന തരത്തിലാണ് ഇപ്പോൾ അവിടെ നിന്ന് റിപ്പോർട്ടുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അവരെ ശ്രദ്ധിക്കുന്നു, അവരുടെ കളികൾ ശ്രദ്ധിക്കുന്നു, അവരുമായിട്ട് ചിത്രം എടുക്കാൻ വേണ്ടിയിട്ടും ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ടും അഭിപ്രായം ചോദിക്കാൻ വേണ്ടി ആൾ തിക്കും തിരക്കും കൂടുന്നു. ഇറാൻ്റെ പേര് കേൾക്കുന്ന സമയത്തും ഇറാനെ പറയുന്ന സമയത്തും വലിയ രീതിയിലുള്ള ആഹ്ലാദാരവും ഗ്രൗണ്ടിൽ നിന്ന് കാണാൻ വേണ്ടി സാധിക്കുന്നു. അപ്പോൾ ഈ പഹ്ലവി രാജവംശം അയാൾ ഏറ്റവും ഒടുവിൽ വല്ലാത്ത രീതിയിൽ പ്രതീക്ഷ അർപ്പിച്ചിരുന്നു ഇറാൻ്റെ ഭരണം കിട്ടും എന്നുള്ളത്. അമേരിക്കയാണെങ്കിൽ വല്ലാത്ത രീതിയിൽ പ്രതീക്ഷ അവർക്ക് കൊടുക്കുകയും ചെയ്തിരുന്നു. നിങ്ങൾ ഭരിക്കാൻ പോവാണ്, കുറേ കാലം ഭരിച്ചതല്ലേ, ഇപ്പോൾ നിങ്ങൾ കുറച്ച് മാറി നിന്നല്ലേ, ഇനി വരൂ എന്ന് പറയും. അപ്പോൾ ഈ പഹ്ലവി രാജവംശത്തിലേക്ക് ഇറാൻ്റെ ഭരണ സംവിധാനം എത്തിക്കഴിഞ്ഞാൽ പിന്നെ അമേരിക്ക ഭരിക്കുന്ന പോലെ തന്നെയാണ്. വെനിസുലയിൽ ഭരണം മാറി, അവിടുത്തെ ഭരണാധികാരി മാറിയ സമയത്ത് ഇപ്പോൾ അവിടെ ഭരണം നടത്തുന്നത് അമേരിക്ക തന്നെയാണ് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ. പേരിന് അല്ലെങ്കിൽ നിയലായിട്ട് അവിടെ മറ്റുള്ള ആൾക്കാർ വൈസ് പ്രസിഡൻ്റൊക്കെ ഭരണം നടത്തുന്നു എന്ന് മാത്രം. യഥാർത്ഥത്തിൽ ആ ഭരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നടത്തുന്നതെല്ലാം അമേരിക്ക തന്നെയാണ്. ഈ സമാനമായിരിക്കുന്ന സ്ഥിതി ഇറാനിലും ഉണ്ടാകും. അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നു അമേരിക്ക നടത്തി, അതാണ് പരാജയപ്പെട്ടു പോയത്. പഹ്ലവി രാജവംശത്തിൻ്റെ പിന്തുണയുള്ള ഇറാൻ ഫുട്ബോൾ ടീമാണ് ഇറാനെ എതിർക്കുന്നത് എന്ന് ചുരുക്കം. 1925 മുതൽ 1979 വരെ ഇറാനിൽ ഭരണം നടത്തിയത് ഈ പറയപ്പെട്ട പഹ്ലവി രാജവംശ കുടുംബമാണ്. അവസാനത്തെ രാജാവ് മുഹമ്മദ് റസ പഹ്ലവിയാണ്. അപ്പോൾ 1979 ഇസ്ലാമിക വിപ്ലവം ആയത്തുള്ള അലി ഖുമൈനിയുടെ നേതൃത്വത്തിൽ വന്നതോടുകൂടി പഹ്ലവിയുടെ രാജവംശം അല്ലെങ്കിൽ ഭരണ സംവിധാനം താഴെ വീണു. പിന്നീട് അഭയാർത്ഥിയെ പോലെ അയാൾ രക്ഷപ്പെട്ട് ഓടി ബ്രിട്ടൻ അഭയം കൊടുത്തു എന്നാണ് അന്നത്തെ റിപ്പോർട്ട് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ജീവൻ തന്നെ കിട്ടിയത് വലിയ അത്ഭുതമായിട്ടാണ് അന്നത്തെ രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തിയത്. ഏതായിരുന്നാലും അദ്ദേഹത്തിന് രക്ഷപ്പെട്ട് പോകാനുള്ള അവസരം ഖുമൈനി നൽകിയിട്ടുണ്ട്, വധിക്കരുത് എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഇറാൻ്റെ ദേശീയ ഗാനം, എല്ലാ രാജ്യവും അവരവരുടെ ദേശീയ ഗാനം ഈ ഫുട്ബോൾ മത്സരത്തിന് മുൻപായിട്ട് ചെല്ലും. അതൊരു ദേശീയതയുടെ ഭാഗമാണ്. രാജ്യ നിയമവ്യവസ്ഥ മറ്റുള്ള രാജ്യത്തെത്തുന്ന സമയത്ത് നമ്മളത് ആലപിക്കുക എന്നുള്ളത് സ്വാതന്ത്ര്യത്തിൻ്റെ കൂടി അവകാശത്തിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നതാണ്. പ്രത്യേകിച്ച് ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്ന രാജ്യമാണ് അമേരിക്ക എന്നതിനാൽ ഇതൊക്കെ തീർച്ചയായിട്ടും അംഗീകാരം നൽകേണ്ടതാണ്. എന്നാൽ അതിനെ എതിർക്കുമോ എന്നുള്ളത് മണിക്കൂറുകൾക്ക് ശേഷം നമുക്കറിയാവുന്നതാണ്. ഇറാൻ്റെ ദേശീയ ഗാനം എന്താണെന്ന് നോക്കാം. അവരെ വിളറി പിടിപ്പിച്ച 2 വാചകങ്ങൾ അതിലുണ്ട്. അതാണ് അവർ ഏറ്റവും കൂടുതൽ എതിർക്കാനുള്ള കാരണം. അതുകൊണ്ടാണ് അത് സമ്മതിക്കാത്തത് എന്ന റിപ്പോർട്ടും പുറത്തു വന്നു. അത് അവരുടെ ദേശീയ ഗാനം നമുക്ക് നോക്കാം. ഇങ്ങനെയാണ്. അതിൽ നമ്മളെ മലയാള പരിഭാഷയിലേക്ക്
പേർഷ്യൻ ഭാഷയിൽ നിന്ന് മലയാള പരിഭാഷയിലേക്ക് മാറ്റുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും: ലോക സൃഷ്ടാവിൻ്റെ നാമധേയത്തിൽ ഞങ്ങൾ ആലപിക്കുന്നു, സൃഷ്ടാവിൻ്റെ മഹത്വത്തെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ഇസ്ലാമിക് റിപ്പബ്ലിക്കായ ഇറാൻ സർവകാലത്തും നിലനിൽക്കട്ടെ. വിപ്ലവത്തിൻ്റെ സന്ദേശവും രാജ്യത്തിൻ്റെ മഹത്വവും വാഴ്ത്തപ്പെടട്ടെ. ദേശത്തിനായി ജീവൻ ത്യജിച്ചവരുടെ സ്മരണകൾ ആദരിക്കപ്പെടട്ടെ. ഇസ്ലാമിൻ്റെ ശത്രുക്കളും പാലസ്തീൻ്റെ ശത്രുക്കളും നിന്ദിതരാകട്ടെ. ഇറാൻ്റെ അതിജീവനത്തിന് കരുത്തും ശക്തിയും ലഭിക്കട്ടെ. ജയ് ഇറാൻ, ജയ് കംനായി. അതാണ് അതിൻ്റെ സാരാംശത്തിൻ്റെ ഒരു ഭാഗം വരുന്നത്. ഇതിൽ പാലസ്തീൻ്റെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള പരാമർശം അതത്ര ഗുണമൊന്നുമല്ലല്ലോ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് ഈ ദേശീയ ഗാനത്തെ അംഗീകരിക്കില്ല എന്നൊക്കെ അവിടുന്ന് പറയുന്നുണ്ട്. അത് ഔദ്യോഗികമായിരിക്കുന്ന ഒരു ഗവൺമെൻറ്റിൻ്റെ ഈ എതിർപ്പ് കാര്യങ്ങളൊന്നുമല്ല. പകരം എന്ത് ചെയ്യുന്ന എതിർപ്പ് ഉണ്ടാകുന്ന സമയത്ത് പിന്നീട് അത് പ്രശ്നങ്ങളും വിഷയങ്ങളുമായി. ഖത്തറിൽ ഈ ഫുട്ബോൾ നടന്ന സമയത്ത് ഒരു അവസരങ്ങളും ഉണ്ടായിട്ടില്ല. സ്വാതന്ത്ര്യം കൂടുതലുണ്ട് എന്ന് പറയുന്ന ഈ അമേരിക്കയിലാണ് പ്രശ്നങ്ങളും വിഷയങ്ങളും ഉള്ളത് എന്ന് കൂടി വായിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അമേരിക്കയുടെ പതാകയിൽ ഈ ഇസ്രായേലിൻ്റെ ദേശീയ പതാക നാട്ടിയതിന് ചില ആളുകളൊക്കെ എതിർപ്പുമായിട്ട് വന്നിട്ടുണ്ട്. അമേരിക്കക്കാർ തന്നെ. റിപ്പബ്ലിക്കൻ പാർട്ടിയാണ് അത് വന്നത് എന്നാണ് പറയുന്നത്. കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ രാജ്യത്തുള്ളൊരു ദേശീയ പതാക ഉണ്ടാകുന്ന സമയത്ത് മറ്റൊരു രാജ്യത്തിൻ്റെ പതാക നമ്മുടെ കൊടിയിൽ അല്ലെങ്കിൽ വടിയിൽ ഈ കെട്ടിയത് ശരിയല്ല എന്നുള്ള അഭിപ്രായം പുറത്തു വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇത്രയേറെ മാരകമായിരിക്കുന്ന ഒരു യുദ്ധം ഇസ്രായേലും അമേരിക്കയും ഇറാന് നേരെ നടത്തിയിട്ടും അവിടുന്ന് ഒരു ഫുട്ബോൾ ടീമിനെ കളിക്കാൻ വേണ്ടി മറ്റ് രാജ്യത്തേക്ക്, പ്രത്യേകിച്ച് ശത്രുവായിരിക്കുന്ന അമേരിക്കൻ രാജ്യത്തിലേക്ക് അയക്കാൻ ഇറാൻ ഗവൺമെൻറ്റിൻ്റെ ധൈര്യം അത് തീർച്ചയായിട്ടും പ്രശംസനീയമാണ്. മാത്രവുമല്ല, അവിടെ ഇവരുടെ ആദ്യഘട്ടത്തിലുള്ള മത്സരം, ടെസ്റ്റ് മത്സരം നടന്ന സമയത്ത് 2025 യുദ്ധമുഹൂർത്തത്തിൽ തന്നെയാണ് ഇവർ ലോകകപ്പിലേക്ക് മത്സരത്തിന് ഈ കളിച്ചുകൊണ്ട് ജയിച്ചത്. യഥാർത്ഥത്തിൽ എവിടെ വെച്ചിട്ടാണ്? തെഹ്റാനിൽ വെച്ചിട്ടാണ്. തെഹ്റാനിലൊക്കെ വലിയ രീതിയിൽ അക്രമ കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് പോലും ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനം ഒരുക്കിക്കൊണ്ട് ആ പ്രവൃത്തി അവർ ചെയ്യുന്നു എന്നാണ് ഇതിന് നമ്മൾ വായിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്നത്. ഏതായിരുന്നാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം ലോകകപ്പിൽ ഉണ്ടായി എന്ന് പറയുന്നത് ചെറിയ സംഭവമൊന്നുമല്ല, ഒരു വലിയ സംഭവം തന്നെയാണ്. 3ാമത്തെ തവണയാണ് അമേരിക്കയും ഇറാനും തമ്മിൽ ഏറ്റുമുട്ടാൻ പോകുന്നത്. 2 തവണ ഇതിൻ്റെ മുമ്പ് ഏറ്റുമുട്ടിയിട്ടുണ്ട്. ഇത് ഈ പ്രാവശ്യം 2 ഗ്രൂപ്പിൻ്റെയും സെക്കൻഡ് വിഭാഗമാണ് ഇറാനും അമേരിക്കയും വരുന്നത്. ജിയും ഡിയും ആയിട്ടാണ് വരുന്നത്. അവരെന്താണെങ്കിലും ഒരു മത്സരത്തിൽ ഏറ്റുമുട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിലെങ്ങാനും അമേരിക്ക പരാജയപ്പെടുന്ന സ്ഥിതി ഉണ്ടായാൽ തീർച്ചയായിട്ടും യുദ്ധത്തിൽ അമേരിക്ക പരാജയപ്പെട്ട അതേ ഫലം തന്നെയാണ് ഉളവാക്കുക എന്ന കാര്യത്തിൽ സംശയമില്ല. ഇറാനികളെ സംബന്ധിച്ചിടത്തോളം അവർ ദേശീയതയ്ക്ക് വല്ലാത്ത രീതിയിൽ താല്പര്യം കൂറും കാണിക്കുന്നവരാണ്. എല്ലാ കാലത്തും മതപരമായിരിക്കുന്ന അനുഷ്ഠാനങ്ങളും കർമ്മങ്ങൾക്കും വിട്ടുവീഴ്ച ചെയ്യാത്തവരുമാണ്. അവർ ചില സമയത്ത് ഫുട്ബോൾ ഗ്രൗണ്ടിൽ പോലും നമസ്കരിച്ചതിൻ്റെ ചിത്രങ്ങളൊക്കെ ഇതിൻ്റെ പുറത്ത് വന്നിട്ടുണ്ട്. കളി കഴിയുന്ന സമയത്ത് അത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പുറത്തോട്ടൊന്നല്ല, ഫുട്ബോൾ ഗ്രൗണ്ടിൽ തന്നെ അവർ ആ കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് ശ്രദ്ധേയമായിരിക്കുന്ന റിപ്പോർട്ടായിട്ട് പുറത്ത് വന്നതുമാണ്. അപ്പോൾ നമ്മളിപ്പോൾ പറയുന്ന വിഷയം എന്ന് പറഞ്ഞാൽ, യുദ്ധം ഏറെക്കുറെ ശാന്തത കൈവരിക്കുന്നു. ഈ ശാന്തത കൈവരിക്കുന്ന സമയത്തും വലിയൊരു വിജയ കാര്യങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് അമേരിക്കക്ക് സാധിക്കാത്ത ഒരു വല്ലാത്ത മാനസികാവസ്ഥ ഉണ്ടാകുന്ന സമയത്താണ് ശത്രുവായിരിക്കുന്ന ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഫുട്ബോൾ ടീമിന് തങ്ങളുടെ രാജ്യത്തേക്ക് അനുമതി നൽകേണ്ട ഒരു വല്ലാത്തൊരു അവസ്ഥ അമേരിക്കക്കുണ്ടായത്. നൽകിയിട്ടില്ലെങ്കിലോ ലോകാടിസ്ഥാനത്തിൽ രൂക്ഷമായിരിക്കുന്ന വിമർശനത്തിന് അത് വിധേയമാകുമെന്ന് മാത്രമല്ല, ഫിഫ വേൾഡ് കപ്പിൻ്റെ കമ്മിറ്റി തന്നെ അമേരിക്കയോട് ഇതിൻ്റെ കാരണം ചോദിക്കുകയും ചെയ്യും. അപ്പോൾ ആ മേഖലയിൽ നിന്ന് ഒരുപക്ഷെ അമേരിക്ക നടക്കുന്ന ഫുട്ബോളിൽ അവിടെ മാറ്റാൻ പോലും സാധ്യത ഉണ്ടെന്ന് വിലയിരുത്താൻ പറ്റും. കാര്യകാരണങ്ങളൊന്നും ഇല്ലല്ലോ ഈ വിഷയത്തിന്. രാഷ്ട്രീയപരമായിരിക്കുന്ന വിഷയങ്ങൾ കലാമേഖലയിലേക്ക് കൊണ്ടുവരാൻ പാടില്ല എന്നുള്ളത് ആദ്യം തന്നെ നിർദ്ദേശമാണ്. യഥാർത്ഥത്തിൽ ഫിഫ ടീമിനോട് അമേരിക്ക ആവശ്യപ്പെട്ടതാണ് വരാൻ പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ ഖത്തറുമായിട്ട് ബന്ധപ്പെട്ട ഈ മത്സരത്തോടനുബന്ധിച്ച് തന്നെ അതിന് മുൻപ് തന്നെ ആവശ്യപ്പെട്ട 10-15 വർഷം മുമ്പേ ആവശ്യപ്പെടും. അടുത്ത ഒരു പ്രാവശ്യം ഇപ്പോൾ സൗദി അറേബ്യ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവരാവശ്യപ്പെട്ടത് തങ്ങൾക്ക് അടുത്ത ലോകകപ്പ് 2026 വേണം എന്നുള്ളതാണ്. അപ്പോൾ അപേക്ഷിച്ചിട്ട് നൽകിയതാണ്, അതല്ലാതെ ഇവരുടെ വക കെട്ടിവെച്ചതൊന്നുമല്ല.
അപ്പോൾ അതിൻ്റേതായിരിക്കുന്ന ഒരു ചോദ്യവും ഉത്തരവും ഫിഫ വേൾഡ് കപ്പും അമേരിക്കയും തമ്മിൽ ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതെല്ലാം കൂട്ടി വായിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വലിയ പ്രതിസന്ധി ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അമേരിക്ക അവർക്ക് അനുമതി നൽകിയത് എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്.